പഴയ ഒരു ട്രഡീഷണൽ ഹൗസിനെ അതിൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേണൈസ് ചെയ്ത ഒരു സംഭവമാണ് ഇത്തവണ റിപ്പയർ കൊച്ചി ഈ വീട്ടിൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന കാർ പോർച്ച് നേരത്തെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷേ നേരത്തെ ഇവരുടെ മെയിൻ എൻട്രൻസ് പറയുന്നത് ഇവിടെ വടക്ക് വശത്തായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ ആ സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. കിഴക്ക് വശത്തായിട്ട് നമ്മളിങ്ങനെ ഒരു പടിപ്പുരയൊക്കെ കൊടുത്ത് കിഴക്ക് വശത്തായിട്ട് സിറ്റ് ഔട്ട് നമ്മൾ പുതിയത് എടുക്കുകയാണ് ചെയ്തത്. ഈ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് വോൾ വന്നപ്പം എലിവേഷൻ ഒരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഇങ്ങനെ എടുത്ത് അതിന് ചാരുപടിയൊക്കെ കൊടുത്തു. ചാരുപടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ തടി തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അത് തന്നെയാണ്. ഈ മച്ചിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയും നമ്മളുടെ ഉണ്ടായിരുന്ന അതേ തടി തന്നെ ആൻറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഡിസൈനിൽ ഇതുപോലത്തെ സിറ്റ് ഔട്ട്സ് ഭയങ്കര ഉപകാരമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് വരെ ഇവിടെ നടത്താൻ പറ്റും. വീട്ടുകാരെ ശല്യം ചെയ്യാതെ നമുക്കിവിടെ എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും ഇരിക്കാം. നോക്കി അവിടെയൊക്കെ നമ്മൾ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലാൻഡ്സ്കേപ്പും കൂടി വീടിനോട് ചേർത്ത് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് റിപ്പയർ കൊച്ചി സ്ഥിരമായിട്ട് ഉപയോഗിച്ചു നിങ്ങൾ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള മണ്ണിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റീറ്റൈനിങ് വാൾ കെട്ടിയതാണ്. അതിന് 2 സീറ്റൊക്കെ കൊടുത്തിട്ട് റെഡ് ഓക്സൈഡൊക്കെ ഇട്ടിട്ട് ഒരു ഭംഗിയാക്കി എന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ നല്ല കംഫർട്ടബിളായുള്ള സീറ്റിങ്, കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ല രസമായിട്ടുള്ള കുറേ സ്പേസസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില വീടുകൾ വർഷങ്ങളും തലമുറകളും കിടന്ന് നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് നല്ല നിലയ്ക്ക് നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പഴയ എൻട്രൻസ് ഇവിടെ ആയിരുന്നു, പക്ഷെ ഇവിടെ മുറ്റം തീരെ കുറവാണ്. അതേസമയത്ത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വീടിൻ്റെ ഡയറക്ഷൻ നമ്മൾ തിരിച്ചു വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടെ കിഴക്ക് വശമാണ്. അപ്പോൾ കിഴക്ക് വശത്തേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒരു പുതിയ സിറ്റ് ഔട്ട് ഉണ്ടായി. Basically this is our ancestral house and it's almost like a 130-year-old house. 2022 we got this property and we wanted to retain as much as possible all the old ancestral elements, the Kerala architecture, which is there with all that wooden works and nilavaras and aras and all. So because of that, we checked with a couple of architects and then finally we decided to go with the Repair Kochi because I think we liked their idea because instead of demolishing the old structure and creating additional new structure, they suggested that we can, within the existing structure, we can modify and retain the old parts of the house. This sit out we have extended. Before the entrance, back entrance of the house was this side. ആ സ്പേസിൽ നിന്ന് നമ്മൾ നല്ലൊരു ഡ്രോയിങ് റൂമിലേക്ക് കയറണ്ടേ. നോക്കിയേ, ഇതിപ്പോൾ നല്ല വലിയ ഒരു ഡ്രോയിങ് റൂമാണ്. ഇത്രയും വലിപ്പമുണ്ട്. നേരത്തെയോ ചെറിയ മുറി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. നമ്മൾ ഈ വാള് കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് മൊത്തമായിട്ടും ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് മൊത്തമായിട്ടും ഇങ്ങനെ അതിവിശാലമായുള്ള ഡ്രോയിങ് റൂം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പൂജാ റൂമിൻ്റെ ഈ അറയും കൂടെയുള്ള ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു വോള് വന്നേക്കുമായിരുന്നു. ആ വോള് നമ്മൾ കട്ട് ചെയ്തു. പ്ലസ് ഇവിടെ ഒരു ഏരിയ ആയിരുന്നു, ഇവിടെ ഒരു സ്റ്റോറിങ് സ്പേസ് പോലെ ഒരു ഏരിയ ആയിരുന്നു. അതും കൂടി കട്ട് ചെയ്തിട്ട് ഒരു ലാർജ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയേക്കണത്. ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഇവിടെ ആ പഴയ കണ്ട ആ ഡോറിൻ്റെ അവിടെ ഒരു ഷെൽഫ് പോലെ രീതിയിൽ ആ ഡോർ അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഏരിയ കീപ്പ് ചെയ്തു. ഇതാണ് പൂജാ റൂം. പൂജാ റൂം ഇത് ശരിക്കും അറവാതിലാണ്. ഇവിടെ പൂജാ റൂം, ഇവിടെ ഒരു വോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഈ ലിവിങ് ഏരിയ ഇത്രയും ആയിട്ട് കൊടുത്തു, ഇത്രയും സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ട് ഈ അറവാതിൽ നമ്മൾ പൂജാ റൂമായിട്ട് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു പൂജാ റൂമായിട്ട് തന്നെ കീപ്പ് ചെയ്തു. So what you are seeing here is called Nilavara in Malayalam. This is like an underground room where in olden times they used to store either valuables or weapons and all that things used to be stored here.
So you may not find nowadays any of these in any places. Very rarely in old houses you will find. And we were recommended to close this completely, but we wanted to retain this, considering its architectural value. ഇനി നമുക്ക് ഡ്രോയിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വരണം. അപ്പൊ എങ്ങനെ നല്ല വലിയൊരു ഡൈനിങ് റൂം ഉണ്ടാകും? ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെറിയ ബെഡ്റൂമാണ്. നോക്കിയാൽ തീരെ വീതി കുറേ നീളത്തിലൊരു മുറി, അതിൻ്റെ ഇപ്പുറത്തൊരു നീളത്തിലൊരു വരാന്തയുമുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനും തമ്മിൽ നമ്മൾ ഈ വാള് കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തു, ഇവിടെ ഒരു വാൾ ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടി. ഇതൊരു കുഞ്ഞു മുറിയായിരുന്നു, ഒരു അധികം ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ മുറിയായിരുന്നു. ആ മുറിയിലെ ഈ വോള് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഇങ്ങോട്ടേക്ക്, ഇവിടെ ആ ഡോറ് നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോകാനുള്ള ഡോർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കിളിവാതിലായിരുന്നു. ഈ കിളിവാതിൽ നിന്ന് നേരെ അങ്ങോട്ട് പൂജാ റൂമിലേക്ക് പോകാനുള്ള കിളിവാതിലുണ്ടായിരുന്നു. ഒറ്റ റൂമായിട്ട്, ഒറ്റ ഡൈനിങ് ഹാളായിട്ട് എടുത്തു. ഇവിടെ നേരത്തെ ഈ ഏരിയയിൽ ഒരു റൂമും ഇവിടെ ഒരു ചെറിയ റൂമായിരുന്നു. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന വോള് മാറ്റിയപ്പോഴത്തേക്കും ഉണ്ടായ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ റൂഫും ഇവിടെ മച്ചിൻ്റെ റൂഫും വന്നു. നമുക്കത് രണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 IBM ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീടുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മച്ചിൻ്റെ ഫുൾ ലോഡ് ബെയർ ചെയ്യണത് ഈ ഒരു മെമ്പറിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എവിടെ കൊണ്ട് ലോഡ് എടുപ്പിക്കുക എന്നുള്ളത് നോക്കിയപ്പോൾ മുകളിലുള്ള IBMലോട്ട് നമ്മൾ ഈ കാണുന്ന ക്ലാമ്പ് കൊടുത്ത് വെൽഡ് ചെയ്ത് കയറ്റുമായിരുന്നു. ഈ പോയേക്കണ IBM ഇവിടെ നമ്മളൊരു കോളം കൊടുത്ത് അതിലോട്ട് സപ്പോർട്ട് കൊടുത്തു. ഇനി ഈ ഡൈനിങ് സ്പേസിനെ കിച്ചണെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടാവണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വോളും കൂടി എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ നല്ല ബന്ധം കിട്ടി. അവിടെയും പ്രശ്നമുണ്ട്. കാരണം കിച്ചന്റെ വീതി 6 അടിയുള്ളൂ. 184 എന്ന് പറഞ്ഞാൽ 6 feet ആണ്. 6 അടിയുള്ള കിച്ചന്റെ അകത്ത് നമുക്ക് ഭംഗിയായിട്ട് ഒരു അടുക്കള സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ഈ വോൾ എടുത്ത് കളഞ്ഞിട്ട് കിച്ചന്റെ വീതി കൂട്ടി, അങ്ങനെ നമുക്ക് 10 feet into 12 feet എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു കിച്ചണും നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടി. ഇവിടെ പഴയ ഒരു കിച്ചൺ തന്നെയായിരുന്നു, പക്ഷേ കിച്ചൺ സ്പേസ് കുറവായത് കൊണ്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഈ കിച്ചണും ഡൈനിങ് കൂടി ഒരു വാക്ക് വേ ആയിട്ട് തന്നെ വെച്ചു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു വാഷ് ബേസിനും കൂടി വെച്ചു. ഇവിടെ ഒരു കവറും കൊടുത്തു, കാരണം ഡയറക്റ്റ് ഒരു വ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. ഒരു ലിവിങ് സ്പേസ് ആകുമ്പോൾ കിച്ചണും ഡൈനിങ് സ്പേസും തമ്മിൽ നല്ല കണക്റ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന വാൾ കട്ട് ചെയ്തത് ഒരു ഓപ്പൺ സ്പേസ് ആക്കി. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. എന്താ അറിയാം, ഇതിങ്ങനെ ഷേപ്പിൽ കണ്ടായി ഇങ്ങനെ വന്ന് നമുക്ക് ഉള്ള സ്പേസ് മുഴുവനായിട്ട് നല്ല രസമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റൗ വന്നു, തൊട്ടിപ്പുറം കിച്ചൺ സിങ്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജ് വളരെ ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. നേരെ നമ്മൾ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ നേരെ പുറത്തേക്ക് പോകണം. വാക്കുവായിട്ട് വളരെ കുറച്ച് സ്ഥലമേ പോവുള്ളൂ. ഇത്തരത്തിലുള്ള ഡിസൈൻ സൈഡിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ കിച്ചൺ ഇൻറ്റീരിയറൊക്കെ ഭംഗിയാവുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത്ര സ്ഥലം ഇവിടെ കിട്ടിയതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കേസ്. നമുക്കറിയാം ഈ ലൈനിൽ ഈ വീതി കണ്ട ഈ ലൈനിലായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 2 സൈഡിൽ നമുക്ക് കൗണ്ടർ കൊടുക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള വാള് കളഞ്ഞിട്ട് ഈ സ്ലാബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ പുതിയ ഫൗണ്ടേഷൻ ഇട്ട്, ഇതൊക്കെ പുതിയ വാളാണ്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇത്ര രസമായിട്ട് നല്ലൊരു കിച്ചൺ ഇവിടെ ഉണ്ടായത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വെനീഷ്യൻ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബീഡിംഗ് ഒക്കെ കൊടുത്ത് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടി, ഉപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫും ബാക്കിയുള്ളത് ക്ലോസ്ഡ് ഷെൽഫ്. ഇവിടെ ഇത്തരത്തിലുള്ള വലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കട്ട്ലറി ട്രേ ഉണ്ട്. അങ്ങനെ രസമായിട്ടുള്ളൊരു കിച്ചണായിട്ട് നമുക്ക് ഇവിടെ ഈ 100 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകും ഈ ബിൽഡിങ്ങിന്. അതിനകത്ത് നമ്മളൊരു മോഡേൺ കിച്ചൺ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിനെ എങ്ങനെയാണ് വലുതാക്കിയെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല വലിയ ബെഡ്റൂംസ് 2 നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നീളത്തിലൊരു റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നീളത്തിലുള്ള റൂമിന് ഇവിടെ വെളിച്ചമില്ലാതിരുന്ന ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ 2നെയും കൂടി ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയും ഒരു വരാന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ടോട്ടൽ സ്പേസിനെ നമ്മൾ ഭംഗിയായിട്ട് എടുത്തതാണ് ഇത്. ഇവിടത്തെ ഒരു വാള് കട്ട് ചെയ്തു, ഇവിടുത്തെ ഒരു വാള് കട്ട് ചെയ്തു, ഇവിടുത്തെ ഒരു വാള് കട്ട് ചെയ്തു, ഇവിടെ പുതിയ 2 വാൾ. അങ്ങനെ 2 ബെഡ്റൂംസും ആ 2 ബെഡ്റൂംസിനും കോമൺ ആയിട്ട് ലോണ്ടറി സ്പേസും ഒരു ടോയ്ലറ്റും കൂടി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. This is our master bedroom.
a continuation of that hall. So we created this partition. In between there is a common toilet, and there is a laundry room here. So you can see the other room's door. So this is a shared bathroom here. പഴയ എൻട്രൻസ് ഇവിടെയായിരുന്നു. ഈ സൈഡിൽ നിന്ന് റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഡോർ വന്നിട്ട് ഇവിടെയായിരുന്നു ഡോറ്. ഇവിടെ നേരെ ഒരു ഹോൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഹോള്, വരാന്ത, ഇങ്ങനെ കംപ്ലീറ്റ് വരാന്തയായിരുന്നു 4 സൈഡ്. ഇവിടുത്തെ വോള് കട്ട് ചെയ്തിട്ടാണ് നമ്മളിതൊരു സിംഗിൾ റൂമായിട്ട് എക്സ്റ്റൻഡർ ആയിട്ട് ഇത്രയും വലിയ റൂമായിട്ട് എടുത്തത്. പഴയ മച്ച് തന്നെയാണ് ഇവിടെ, ഹാഫ് വേയിൽ പഴയ മച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോറൊക്കെ നമ്മൾ പഴയ ഡോറ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. നമ്മുടെ ഡ്രോയിങ് റൂമിനകത്ത് നിന്ന് തന്നെ നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊണ്ടുവരികയാണ് ചെയ്തത്. നോക്കിയേ, നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്പേസിന്റെ മുകളിൽ മച്ചുണ്ട്. അപ്പൊ ആ മച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തു. ആ മച്ചിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റെയർ കൊണ്ടുവന്ന് ഭംഗിയായിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് ശരിക്കും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് പുറത്തുനിന്നായിരുന്നു. അത് നമ്മൾ അകത്തേക്ക് ഇവിടെ ഒരു റൂം തന്നെയാണ്. ആ റൂമിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ആക്കി. ഇവിടെയുള്ള മച്ച് ഉണ്ടായിരുന്നു. ആ മച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് ഈ സ്റ്റെയർ കേസ് ഇവിടെ പണിതത്. ഈ ചെറിയൊരു കോറിഡോറിനെ നമ്മൾ ഉള്ള രീതിയിൽ സ്പേസ് ആയിട്ട് സ്റ്റെയർ കേസ് വെച്ചിട്ട് നന്നായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്തേക്കാണ് ചെയ്യുന്നത്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് പുറത്തുകൂടെ ഒരു സ്റ്റെയർ ആയിരുന്നു ഉണ്ടായിരുന്നു മുകളിലോട്ട് കയറാൻ. പുതിയൊരു വീട് പണിയുമ്പോൾ മുകളിലും താഴെയും കണക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ അകത്തൂടെ തന്നെ ഒരു കോൺക്രീറ്റ് സ്റ്റെയർ പണിയുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു മച്ചിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും മുകളിലുള്ള ഈ വോൾസ് തടിയുടെ നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. This was old veranda that steps used to go up from here, so that is removed, and here one separation was there that we opened and extended it so that we have a private space. നേരത്തെ ഉണ്ടായിരുന്നത് ആ താഴേന്ന് വരുമ്പോൾ കയറാനായിട്ട് ഒരു സ്റ്റെയർ കേസ് മുകളിൽ ഒരു കോണി പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഇവിടെ ഒരു ഡോർ വന്നിട്ട് ഇങ്ങനെയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു മുറിയായിരുന്നു, ചുറ്റിനും ചെറിയ ചെറിയ 4 മുറി അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു മുറിയായിരുന്നു. ആ മുറിയുടെ ഇവിടെയാണ് നമ്മൾ പൊളിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടായിട്ട് സ്റ്റെയർ കേസ് പണിതത്. നമ്മൾ നേരെ സ്റ്റെയർ കയറി വന്നു. എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ ഇത്രയും സ്ഥലം മരത്തിന്റെ ഒരു 10 വരുന്നത്. ആക്ച്വലി ഈ ഇടയിലത്തെ ഭിത്തികളെല്ലാം തന്നെ മരത്തിൻ്റെയാണ്. ഇത്രയും സ്ഥലം മരത്തിന്റെ ഒരു 10 വരും. അതിനകത്ത് ഈ വോള് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്പേസ് മുഴുവൻ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടി. ആ സ്പേസിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ്, ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഈ മരത്തിന്റെ ഭിത്തിയിൽ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡോൾസ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഈ സ്റ്റെയർ കേസ് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നു എന്നതിൽ കൂടെ തന്നെയാണ് നമുക്കൊരു ഡബിൾ സ്റ്റോറി ഹൗസ് ആയിട്ട് ഈ വീടിന് നല്ലൊരു ലൈഫ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് കയറി വരുമ്പോൾ ഇതായിരുന്നു ഒരു മുറി. ഇതായിരുന്നു ഇതിവിടുത്തെ ഈ തടി കൊണ്ടുള്ള വോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് സിംഗിൾ ഒറ്റ റൂമായിട്ട് എടുത്തു. ഇവിടെ ഈ പോർഷൻ കാണുന്നത് മൊത്തം ഒരു 10 ആയിരുന്നു. ആ 10 നമുക്കിപ്പോൾ യൂസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പൊളിച്ചിട്ട് ഇത് ഒറ്റ മുറിയായിട്ട് ഇങ്ങനെ അറ്റം വരെ എടുക്കുകയാണ് ചെയ്തത്. പണ്ട് ഇവിടെ ഒരു 10 ആയിരുന്നു. ഇത് അതുപോലെ തന്നെ ഈ ഏരിയയിലും റേസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. നമ്മൾ കാല് പൊക്കി തന്നെ അകത്തോട്ട് കയറായിരുന്നു. നമ്മൾ അത് റിമൂവ് ചെയ്ത് ഏരിയ ഉള്ളൊരു ലിവിങ് സ്പേസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. കുഷൻ ഏരിയയും TV റൂമായിട്ട് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഈ കാണുന്ന ഗ്രൂവ് ഏരിയയിലായിരുന്നു നേരത്തെ തടിയുടെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു. മച്ചിന് മുകളിൽ നേരത്തെ മണ്ണിൻ്റെ ഫ്ലോറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ആ മണ്ണെല്ലാം മാറ്റി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വുഡ് ഫിനിഷുള്ള ടൈലും കൂടെ കൊടുത്തു. ഇങ്ങോട്ടാണ് നേരത്തെ ഡോർ വഴി കയറി വന്നത്. അത് നമ്മളിപ്പോൾ ഒരു വിൻഡോ പോലെ വെച്ചിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡോർ പോലെ വെച്ചേക്കാണ്. ഇതാണ് ആ 10 നമ്മൾ അപ്പുറം കണ്ട 10 ആ ഡോറ്. ഇതൊരു ആൻറ്റിക് ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ അത് തന്നെ വെച്ചു. ഇതൊരു ലൈബ്രറി റൂം പോലെ യൂസ് ചെയ്യാനായിട്ട് ഈ കുറച്ച് ഏരിയ നമ്മളിങ്ങനെ ആ പഴയ റൂം തന്നെ നിർത്തുക ചെയ്തത്. ആ മച്ചൊക്കെ പഴയ അതേപോലെ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് നമ്മൾ മരത്തിന്റെ പോർഷനിലല്ല, ഇവിടെ കോൺക്രീറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്. ആ കോൺക്രീറ്റിന്റെ പോർഷനിലേക്കാണ് നമ്മൾ അത് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫിങ് അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടി തടിയുടെ ഒരു സ്റ്റെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ബാത്റൂമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന് വേണ്ടി പ്രീവിയസ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്, എപ്പോക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അതുകൂടാതെ നമ്മളിവിടെ ഒരു ബാത്ത് ടബ് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ പോലൊരു സെറ്റപ്പും നമ്മൾ ഈ ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പഴമ നിലനിർത്തിക്കൊണ്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഓർമ്മകൾ ഉണ്ടാക്കണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതിനുവേണ്ടി നമ്മുടെ ഡ്രോയിങ്സ്,
എസ്റ്റിമേഷൻ, എക്സിക്യൂഷൻ, MEP, ഇന്റീരിയർ എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും അതാത് എക്സ്പെർട്സിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെല്ലായിടത്തും, അതുപോലെ തന്നെ മംഗലാപുരം, വിശാഖപട്ടണം എന്നീ സ്ഥലങ്ങളിലും ഇപ്പോൾ റിപ്പയർ കൊച്ചി ഉണ്ട്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അതുകൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി. ആർക്കിടെക്ചർ.